ഫസ്റ്റത്തെ കാറ്റഗറി സ്റ്റുഡൻസ് യൂറോപ്പിൽ MBBS അഡ്മിഷൻ നോക്കുന്ന വിദ്യാർത്ഥിനികളാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് യൂറോപ്പിലെ ഒരു ഡോക്ടറായിട്ട് പല രാജ്യങ്ങളും വിത്തൗട്ട് എക്സാം ഇല്ലാതെ വർക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ എടുക്കാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികളാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ കാത്ത് ഒരിക്കലും എന്തില്ല, യൂറോപ്യൻ ഗവൺമെന്റ് യൂണിവേഴ്സിറ്റി നിങ്ങളെ കാത്തു ഇരിക്കില്ല എന്നുള്ള ഒരു ഓർമ്മപ്പെട്ട ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. ഓക്കെ, പല യൂണിവേഴ്സിറ്റീസിന്റെയും പല കോളേജിന്റെയും ഒക്കെ എക്സാമിന്റെ ഡേറ്റ് ആയിട്ടുണ്ട്, ആപ്ലിക്കേഷൻ ഡെഡ് ലൈനിൽ വരെ ആയിട്ടുണ്ട്. ഓക്കെ, പലപ്പോഴും ഇപ്പോഴും കുട്ടികൾ പറയുന്നത് നീറ്റിന്റെ എക്സാം കഴിയട്ടെ, അത് നീറ്റ് പോസ്റ്റ്പോൺ ചെയ്തു. നീറ്റ് പോസ്റ്റ്പോൺ ചെയ്തൊന്നും യൂറോപ്യൻസിനോ യൂറോപ്യൻ യൂണിവേഴ്സിറ്റിക്കോ അറിയില്ല. ഈ ഒരു സത്യം നിങ്ങൾ മനസ്സിലാക്കണം. അതല്ല, നിങ്ങൾ ഇത് ഞാൻ ഇതിന്റെ യൂറോപ്പിൽ തന്നെ ഗവൺമെന്റിന്റെ ഫേമസ് ആയിരിക്കുന്ന യൂണിവേഴ്സിറ്റിയിൽ പോയി പഠിക്കാനും അവിടെ തന്നെ സെറ്റിൽ ചെയ്യാനും അല്ലെങ്കിൽ അതേപോലെ യൂറോപ്യൻ കൺട്രീസിലൊക്കെ ജോലി ചെയ്യാനും അങ്ങനെയുള്ള ഉദ്ദേശിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ ബെസ്റ്റ് ടൈമാണ്. നീറ്റിന്റെ കാര്യങ്ങൾ അത് അതേപോലെ നടന്നോട്ടെ, നിങ്ങളെ പഠിത്തം അതേപോലെ നടന്നോട്ടെ. പക്ഷെ രജിസ്ട്രേഷന്റെ കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണ്ട, അതിന് ഒരു ഡിലേ വരുത്തണ്ട എന്നാണ് പറയാനുള്ളത്. ഇനി സെക്കൻഡ് കാറ്റഗറി വരുന്ന സ്റ്റുഡൻസ് ഉണ്ട്. ഇവിടെ കിട്ടിയില്ലെങ്കിൽ സെക്കൻഡ് ഓപ്ഷൻ ആയിട്ട് ഇപ്പോഴും സെക്കൻഡ് ഓപ്ഷൻ എന്നുള്ള രീതിയിലേക്ക് ചൂസ് ചെയ്യുന്ന വിദ്യാർത്ഥികളുണ്ട്. സെക്കൻഡ് ഓപ്ഷൻസ് നോക്കുന്ന വിദ്യാർത്ഥികൾക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ എക്സാം കഴിഞ്ഞിട്ട് റിസൾട്ട് വന്നിട്ടൊക്കെ നിങ്ങൾ നോക്കിയാൽ മതി, സമയമുണ്ട്. ഓക്കെ.